നമസ്കാരം, ഞാൻ ഡോക്ടർ പി ഏബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ, അലർജി ആൻഡ് ഇമ്മ്യൂണോളജി സ്പെഷ്യലിസ്റ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ്, കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്ന് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്ന വീഡിയോയിൽ അവതരിപ്പിക്കുന്ന വിഷയം ഫുഡ് അഡിക്ഷനെ പറ്റിയാണ്. ഫുഡ് അഡിക്ഷൻ. എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൽ ഞാൻ ഏറ്റവും ആദ്യം രോഗികളോട് നിഷ്കർഷിക്കുന്നത് ഭക്ഷണരീതിയെ പറ്റിയാണ്. ഭക്ഷണരീതി അവലംബിക്കാത്ത ഒരു രോഗിയെയും ഞാൻ ചികിത്സിക്കാറില്ല. കാരണം എൻ്റെ 40 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു ആസ്മ, അലർജി, ഇമ്മ്യൂണോളജി സ്പെഷ്യലിസ്റ്റ് എന്നുള്ള ലെവലിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ സംഭവം, അതുമാത്രമല്ല എല്ലാ രോഗങ്ങളിലും, പ്രത്യേകിച്ച് ക്രോണിക് നിജരോഗങ്ങളിൽ ഭക്ഷണമായിട്ട് രോഗം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മുക്തി കിട്ടിയെങ്കിൽ, ഈ ചെയിനിൽ നിന്ന് നമ്മൾ പുറത്തു വന്നെങ്കിൽ മാത്രമേ ക്യൂറിന്, രോഗം മാറാനുള്ള സാധ്യത പോലും ഉള്ളൂ. എന്തുകൊണ്ടാണ് ഒരു വൈദ്യശാസ്ത്രത്തിൽ ഇന്ന് രോഗങ്ങൾ മാറാതെ കിടക്കുന്നത്? കാരണം ഇതിനെപ്പറ്റിയുള്ള അറിവ് കാര്യമായിട്ട് ഒരു മെഡിക്കൽ ശാഖയിലും പഠിപ്പിക്കുന്നില്ല. എല്ലാവരും മരുന്ന് കൊണ്ടുള്ള ചികിത്സയാണ്. അപ്പോൾ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, പല കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ പേരൻസ് പറയുന്നൊരു കാര്യമുണ്ട്, ഡോക്ടറെ ഈ കൊച്ച് ഒരു ബേക്കറി സാധനങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ, അല്ലെ ചോക്ലേറ്റേ കഴിക്കുകയുള്ളൂ, വറുത്ത സാധനങ്ങളെ കഴിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു, ഈ കുട്ടിയെ ആരാണ് ഇത് ട്രെയിൻ ചെയ്തത്? നിങ്ങൾ മാത്രമല്ലേ? അമ്മയുടെ ഉദരത്തിൽ നിന്ന് കുട്ടി ഇറങ്ങി വന്നപ്പോൾ ഇതൊന്നും ചോദിച്ചില്ലല്ലോ. ആ കുട്ടികൾക്ക് കൊടുത്ത പെട്ടെന്ന് അവർക്ക് ഒരു താല്പര്യം വരും. അഡിക്ഷൻ ഉണ്ടാകുന്ന ഫുഡ് കൊടുത്ത് ആ കുട്ടിയെ നിങ്ങൾ വഷളാക്കിയതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് മാത്രമേ ആ കുട്ടിക്ക് മോചനം കൊടുക്കാനൊക്കെ ഉള്ളൂ. കുട്ടികൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട 1 ലക്ഷത്തിൽ പരം കുട്ടികളെ കഴിഞ്ഞ 35-40 വർഷം കൊണ്ട് ഞാൻ ആസ്മയിൽ നിന്ന്, അല്ലെങ്കിൽ മാറാത്ത ത്വക്ക് രോഗ അലർജികളിൽ നിന്ന് ഞാൻ മോചനം കൊടുത്തിട്ടുണ്ട്, പല മാറാരോഗങ്ങളിൽ നിന്നും. പക്ഷേ അവർക്കെല്ലാവർക്കും അടിസ്ഥാനത്തിൽ ഭക്ഷണത്തിന് നിയന്ത്രണം. ഇവിടെ മുതിർന്നവരിലാണേലും കുട്ടികളിലാണേലും ഇന്ന് പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ, ലോകത്തിലെമ്പാടും ഫുഡ് അഡിക്ഷൻ വളരെ കോമൺ ആണ്. അവിടുത്തെ ഒരു കാതലായ പ്രശ്നം, പ്രകൃതിയിലുള്ള ഒരു ഫുഡിന് നമുക്ക് അഡിക്ഷൻ വരാറില്ല. പ്രത്യേകിച്ച് നമ്മളൊരു സാലഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നു, ഇതിനകത്ത് അഡിക്ഷൻ ഇല്ല. അത് നേച്ചറിൻ്റെ പ്രോഡക്റ്റാണ്. ഇതൊരു കാതലായ ഡിഫറൻസാണ്. ഒരു പ്രോസസ്ഡ് ഫുഡ്, അല്ലെങ്കിൽ നമ്മൾ ഫാറ്റും അല്ലെങ്കിൽ ഷുഗറും ഉപ്പും മൈദയും എല്ലാം കൂടെ ചേർത്തിട്ട് ചില പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊരു കെമിക്കലാണ്. ഈ സാധനം, ഈ കെമിക്കൽ ഫുഡിനോടാണ് ബോഡിക്ക് എപ്പോഴും അഡിക്ഷൻ ഉണ്ടാകുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ബേക്കറി ഫുഡ്സ്, അല്ലെങ്കിൽ വറപൊരി സാധനങ്ങൾ, ഇന്ന് വൈകിട്ട് വറുത്ത സാധനം കഴിച്ച ആൾക്ക് നാളെയും അത് കഴിക്കണം എന്ന് തോന്നുന്നത്? നമുക്കൊക്കെ ഇത് നേരത്തെ തോന്നിയിട്ടുള്ളൂ. അന്നൊന്നും ഇതിൻ്റെ റീസൺ അറിയില്ല. ഈ അഡിക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ കെമിക്കൽസ് ഇതിലുള്ളതുകൊണ്ട്, കെമിക്കൽ ഫുഡിൽ നമുക്ക് അഡിക്ഷനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അതിൻ്റെ പരിണിത ഫലം എന്താണ്? നമ്മുടെ ശരീരത്തിന് ഒരു നോർമൽ ഫിസിയോളജി ഉണ്ട്. അതിൻ്റെ ജോലി ചെയ്യുന്നതിന് ഒരു താളവും ഒരു ഓർഡറും ഉണ്ട്. അത് മുഴുവൻ അപ്സെറ്റാവും. ഏറ്റവും കാതലായ പ്രശ്നം ഷുഗറിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. നമ്മൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്, അതായത് മൈദ, അരിയാണെങ്കിലും പൊടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ഇത് മാത്രം എടുത്ത് അതിനകത്ത് ഫൈബറോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുള്ള തവിടോ ഒന്നും ഇല്ലാതെയുള്ള എടുത്തു കഴിഞ്ഞാൽ അത് വെറും ഷുഗറാണ്. ഈ ഷുഗർ നെയ്യോടും അല്ലെങ്കിൽ ഉപ്പിനോടും എല്ലാം കൂടെ സംയോജിപ്പിച്ച് ചെല്ലുമ്പോൾ ഇതിന് ഒരു കെമിക്കൽ കോമ്പിനേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. ഇതിന് അഡിക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ഫുഡിനോട് നിങ്ങൾക്ക് അഡിക്ഷൻ തോന്നിയെങ്കിൽ അതൊരു അപകടത്തിൻ്റെ തുടക്കമാണെന്ന് മനസ്സിലാക്കുന്നത്. കാരണം പ്രകൃതിയിലുള്ളൊരു ഫുഡും നമുക്ക് ആവശ്യത്തിന് നമുക്ക് കഴിക്കാനൊക്കെ ഉള്ളൂ, അത് അഡിക്ഷൻ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് വെളുത്ത അരി, അല്ലെങ്കിൽ നമ്മൾ തവിട് ഫുള്ളുള്ള അരി ഭക്ഷണം കഴിക്കുമ്പോൾ, ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, നമുക്കതിന് അഡിക്ഷൻ ഉണ്ടാകുന്നില്ല. പക്ഷേ വെളുത്ത ചോറ് കഴിക്കുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് കാച്ചിമോരും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മീൻ ചാറും ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ അതൊരു കെമിക്കൽ കോമ്പിനേഷനായി. അതിന് അഡിക്ഷൻ ഉണ്ടാവും. ചോറ് വളരെ മിതമായിട്ടുള്ള, അധികം രസങ്ങളൊന്നും ഇല്ലാതുള്ള കറികൾ ഉപയോഗിച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് മാത്രമേ കഴിക്കുകയുള്ളൂ താനും. അഡിക്ഷൻ വരുമ്പം അവിടുത്തെ കുഴപ്പം, നമ്മൾ ആവശ്യമില്ലാതെ കഴിക്കും. ഈ ഷുഗറിനോടും അല്ലെങ്കിൽ ഈ ഷുഗറി തിങ്സിനോടും ഈ കോമ്പിനേഷനോട് അഡിക്ഷനിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ രോഗമാണ് ഡയബറ്റിസ്.
കാരണം ഈ അഡിക്ഷൻ്റെ പരിണിത ഫലം എന്താണ്? നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു. അതോടുകൂടി എന്തു വരും? കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. പലരും വിചാരിക്കുന്നത് ഫാറ്റ് വെക്കുന്നത് ഫാറ്റ് കഴിച്ചിട്ടാണ്. അങ്ങനെയല്ല. നമ്മുടെ കുടവയറ് വെക്കുന്നതും ശരീരത്തിൽ ഫാറ്റ് കളക്ട് ചെയ്യുന്നതും ഇൻസുലിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ ഹൈ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫാറ്റ് സ്റ്റോറേജ് ഹോർമോണാണ്. അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇൻസുലിൻ എന്ന് പറയുന്നത് വെറും കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗറിൻ്റെ മെറ്റബോളിസമായിട്ട് കണക്ട് ചെയ്ത് മാത്രമല്ല, അവിടെ അതൊരു ഫാറ്റ് സ്റ്റോറേജിനെ ഹെൽപ്പ് ചെയ്യുന്ന, കാരണം ശരീരത്തിൽ വരുന്ന എക്സസ് ഷുഗറിനെ കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ലിവറിലും മസിൽ ബാക്കിയുള്ള അവയവങ്ങളിലെല്ലാം സ്റ്റോർ ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഈ ഇൻസുലിനാണ്. അപ്പോൾ ഇതുപോലെ അഡിക്ഷനുള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഷുഗർ ബേസ്ഡുള്ള കഴിക്കുമ്പോൾ എല്ലാം ഏതാണ്ട് ഒരു പമ്പ് ചെയ്യുന്ന പോലെയാണ് ഇൻസുലിൻ നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് രോഗത്തിലേക്ക് വഴിവെക്കും. ലിവറിൽ ആദ്യം ഫാറ്റ് സ്റ്റോർ എല്ലാവരും പറയുന്നൊരു കാര്യമല്ലേ ഫാറ്റി ലിവർ. അതിൻ്റെ മുഖ്യ കാരണമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അമിതമായിട്ടുള്ള അരിഭക്ഷണം, അല്ലെങ്കിൽ ഈ ഗോതമ്പിൻ്റെ പൊടിയാണെങ്കിലും മൈദയാണെങ്കിലും പൊറോട്ടയാണെങ്കിലും അതെല്ലാം ഫാറ്റും ചേർത്ത് മധുരവും ചേർത്ത് എല്ലാം കൂടെ വരുമ്പോൾ ഇതിന് അപാര ഒരു കെമിക്കൽ കോമ്പിനേഷനായി അതിന് ഭയങ്കര ടേസ്റ്റായി. അത് നേച്ചറിൻ്റെ പ്രോഡക്റ്റ് അല്ല. നേച്ചറിൻ്റെ പ്രോഡക്റ്റ് ഒന്നും നിങ്ങൾക്കിതുപോലെ അഡിക്ഷൻ ഉണ്ടാക്കില്ല. ഒരുപാട് കാതലായ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ഒഴിവാക്കി നേച്ചറിൻ്റെ സാലഡും അല്ലെങ്കിൽ ഫ്രൂട്ട്സും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ കഴിക്കുക. അതിൽ കൂടി ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും അനുസരിച്ചുള്ള ഒരു ഹിപ്പ് മെഷർമെൻറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ കുടവയർ ചാടാതെ ആദ്യം, കാരണം ഫാറ്റി ബോഡി വെക്കുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം കുടവയറാണ്. അത് ഞാൻ നേരത്തെ ഒരു മുൻ എപ്പിസോഡിൽ അതിനെപ്പറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്. സിൻഡ്രോം എക്സ് എന്ന് പറയും, അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം, കുടവയർ വെക്കുന്നത്. അതായത് നമ്മുടെ വയറിൻ്റെ ഭിത്തിയുടെ ഉള്ളിലും അകത്തും പുറത്തും നമുക്ക് ഫാറ്റ് ഉണ്ടാകുന്ന കണ്ടീഷനെയാണ്. അത് ഒരു പല രോഗങ്ങളിലേക്കുള്ള ഒരു മുന്നോടിയായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ആദ്യം തന്നെ ഷുഗർ മെറ്റബോളിസം ഡിഫക്റ്റീവായിട്ട് ഡയബറ്റീസിലേക്കുള്ള വഴി അന്നേരം തുറക്കുകയാണ്. ഫാറ്റ് ബോഡിയിൽ കൂടുതൽ കെട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഷുഗറായി. അതായത് ആ സ്റ്റേജിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു ഷുഗറിനെയും അല്ലെങ്കിൽ സ്റ്റാർച്ചിനെയും കറക്റ്റ് ചെയ്യുന്നത് ഇൻസുലിനാണ്. അതിൻ്റെ അടുത്തൊരു ഫങ്ഷനാണ് ഈ പറഞ്ഞ ഫാറ്റ് ബിൽഡ് ചെയ്യുന്നൊരു മെക്കാനിസവും ഈ ഇൻസുലിനുണ്ട്. നമ്മൾ ഈ എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഷുഗറുണ്ട്, അതിനകത്ത് സോൾട്ടുണ്ട്, ഫാറ്റുണ്ട്. ഇത് ഏറ്റവും മോശമായൊരു കോമ്പിനേഷനാണ്. അഡിക്ഷൻ്റെ ഏറ്റവും ഒരു ഉന്നത നിലവാരം ഉള്ള ഒരു കോമ്പിനേഷനാണ്. ശരീരത്തിന് വളരെയധികം ദൂഷ്യം ചെയ്യുന്നതാണ്. നമ്മളിന്ന് വറപൊരി, ഈവൻ ഏത്തക്കാപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും, അല്ലെ വട ഉണ്ടാക്കിയാൽ ഇതെല്ലാം ഇതിനകത്ത് മധുരവും എല്ലാം ഇതിനകത്ത് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് വറപൊരി കഴിക്കാത്ത ആൾക്കാർ വൈകുന്നേരവും അവർക്കൊരെണ്ണം വേണം. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മിനിമം ഒരു ദിവസം ശരാശരി, പ്രത്യേകിച്ച് ഒരു മധ്യവയസ്സ് കഴിഞ്ഞ ഒരാൾ, ഞാനൊക്കെ ഇപ്പോൾ അങ്ങനെ ശീലിക്കുന്നില്ല, 2 ഫുഡ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഒരു 18 hours ഓഫ് ഫാസ്റ്റിങ്ങിൽ പോകാമെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. നമ്മളതിന് പകരം 3 മെയിൻ മീൽസ്, ഇൻ ബിറ്റ്വീൻ സ്നാക്സ്, ഇതെല്ലാം കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സ്നാക്സിൽ ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഫുഡ് നമ്മൾ ഈ കഴിക്കുന്നത്. പിന്നെ അടുത്ത അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് മിൽക്കും മിൽക്ക് പ്രോഡക്ട്സും. അതിൽ ചീസ്. നമ്മൾ വിദേശ രാജ്യങ്ങളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമായിട്ടാണ് ചീസ്. മിൽക്കിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഒരു ഗവേഷണം നടത്തിയിട്ട് കണ്ടത് മിൽക്കിനകത്ത് മോർഫീൻ ലൈക്ക് ഒരു മോളിക്യൂൾസ് ഉണ്ടെന്നുള്ളതാണ്. അതും അഡിക്ഷൻ ഉണ്ടാക്കുന്നൊരു, പ്രത്യേകിച്ച് കോമ്പിനേഷൻ വരുമ്പോൾ. ഇപ്പോൾ ചീസിനകത്തൊരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാരണം ചിലപ്പോൾ ഈ മോർഫീൻ ലൈക്ക് മോളിക്യൂൾ മിൽക്കിനുള്ളത് കൊണ്ടാകാം. ആ ചീസ് ഉണ്ടാക്കുന്നതിൽ ഫ്ലവറുണ്ട്, സോൾട്ടുണ്ട്, പിന്നെ മിൽക്കുണ്ട്. അപ്പോൾ അവിടെയും ഒരു കെമിക്കൽ കോമ്പിനേഷനായി അത്. ഈ ഏറ്റവും പ്രധാന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ കോമ്പിനേഷൻ പ്രകൃതിയിലില്ല. നമ്മൾ ഈ കഴിക്കുന്ന, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഫുഡിലെ കെമിക്കൽ കോമ്പിനേഷൻ ഉള്ളൂ. അതിന് മാത്രമേ അഡിക്ഷൻ ഉണ്ടാകുള്ളൂ. പ്രകൃതിയിൽ കാണുന്ന ഒരു സംഗതിക്കും അഡിക്ഷൻ ഉണ്ടാകില്ല. ലാസ്റ്റായിട്ട് ഇതിന് അഡിക്ഷനെ പറ്റി പറയുന്ന ഒരു പ്രധാന വേറൊരു കാര്യം, ഇത് സ്ട്രെസ്സും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. സ്ട്രെസ്സ് വരുമ്പോൾ എന്ത് വരും? കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായിട്ടുണ്ടാകും. അതിന് 100 കണക്കിന് സൈഡ് ഇഫക്റ്റ് ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ എല്ലാ അവയവങ്ങളെയും സ്ഥായിയായ ഒരു നാശത്തിലേക്ക് സ്റ്റീറോയിഡ് അല്ലെങ്കിൽ കോർട്ടിസോൺ കൊണ്ടുപോകും. അപ്പോൾ സ്ട്രെസ്സ് കൂടാനും ഈ
അഡിക്ഷൻ ഫുഡ് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു ഘടകമായിട്ട് മാറും. സഹായിക്കല്ല, ഉപദ്രവിക്കുന്നൊരു ഘടകമായിട്ട് സ്ട്രെസ്സും അതിനോടനുബന്ധിച്ച് ഈ സ്റ്റീറോയിഡ് ഹോർമോൺസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനിടയാവും. അതുകൊണ്ട് എല്ലാ വിധത്തിലും എടുത്തു കഴിഞ്ഞാൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഈ കെമിക്കൽ പ്രോസസ്സിലുള്ള ഫുഡ് ഐറ്റംസാണ് നമ്മൾക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ആരോഗ്യത്തിൻ്റെ വഴി ആവശ്യമുള്ളവർക്ക് പ്രകൃതിയിൽ നിന്നും വളരെ മിനിമമായിട്ടുള്ള കോമ്പിനേഷൻ കൂടെ കുക്കിങ്ങിൽ കൂടെയുള്ള ഭക്ഷണം നമ്മൾ സ്വീകരിക്കുക. കൂടുതൽ ടേസ്റ്റി ആക്കുന്നതോറും കെമിക്കൽ കോമ്പിനേഷൻ അവിടെ കൂടുകയാണ്. അത് നമുക്ക് രുചി വർദ്ധിപ്പിച്ചു, നമ്മളെ കൂടുതൽ കഴിപ്പിച്ചു, നമ്മളെ ഒബീസാക്കി, നമ്മളെ പല രോഗങ്ങൾക്കും അടിമയാക്കാൻ ഇടയാക്കുകയും ചെയ്യും. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമെല്ലാം ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അവരിലേക്കും ഇതിനെപ്പറ്റിയുള്ള മെസ്സേജ് പകർന്നു കൊടുക്കുക. നന്ദി, നമസ്കാരം.